നമ്മുടെ നാട് ചർച്ച ചെയ്യുന്ന ഒരു പ്രധാന വിഷയം എന്താ? ലാലേട്ടന്റെ സിനിമ കാണണമോ വേണ്ടയോ? ഞാൻ കഴിഞ്ഞ ദിവസം ബുക്ക് ചെയ്തിരുന്നു, ഇന്നലേക്ക് ക്യാൻസൽ ചെയ്തു. ഒരുപാട് ആളുകൾ ക്യാൻസൽ ചെയ്തു. പക്ഷെ ഒരുപാട് ആളുകൾ കാണാനുണ്ട്. വൻ കലക്ഷനാണ് എമ്പുരാൻ നേടുന്നത്. എനിക്ക് തോന്നുന്നത് എല്ലാ മലയാള ചിത്രങ്ങളെയും കടത്തി വെട്ടിക്കൊണ്ട് സാമ്പത്തിക ലാഭം അതുണ്ടാക്കും. പക്ഷെ ഹിന്ദുക്കൾ അത് കാണാൻ പാടില്ല എന്ന വാട്സപ്പ് പോസ്റ്റുകൾ എല്ലായിടത്തും ഉണ്ട്. ലാലേട്ടനെ നമുക്ക് ഒരുപാട് ഇഷ്ടമാണ്. എൻ്റെ അച്ഛന് ലാലേട്ടനെ വളരെ ഇഷ്ടമായിരുന്നു, എനിക്കും ഇഷ്ടമാണ്, എൻ്റെ മക്കൾക്കും ഇഷ്ടമാണ്. ഈ 3 തലമുറ ലാലേട്ടനെ അത്രമാത്രം സ്നേഹിക്കുന്നു. കാരണം അനായാസേന അഭിനയിക്കാൻ കഴിയുന്ന ഏത് വേഷത്തെയും അനായാസേന കൈകാര്യം ചെയ്യുവാൻ കഴിയുന്ന ഒരു വലിയ നടനാണ്. പക്ഷെ ആ നടന് എന്തുകൊണ്ട് നമ്മൾ ചോദ്യചിഹ്നം എറിയുന്നു? എന്താണ് ഒരു സിനിമ കാണേണ്ട എന്ന് പറയാനുള്ള കാരണം? ആവിഷ്കാര സ്വാതന്ത്ര്യം ഈ രാജ്യത്തിന്റെ മുഖമുദ്രയാണ്. ജനാധിപത്യം എന്ന് പറയുന്നത് എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യത്തെക്കുറിച്ച് എഴുതുവാനും വായിക്കുവാനും സംസാരിക്കുവാനുള്ള ഫണ്ടമെന്റൽ റൈറ്റ്സ്, മൗലികമായ അവകാശം കൂടിയാണ്. അങ്ങനെയെങ്കിൽ ഒരു സിനിമ എറണാകുളത്തും കാസർഗോഡും എല്ലാം ഒരേ സമയത്ത് ഭാരതം മുഴുവൻ റിലീസ് ചെയ്യുമ്പോൾ കുറെ ആളുകൾ അതിനെ എതിർക്കുന്നു, കുറെ ആളുകൾ അതിനെ അനുകൂലിക്കുന്നു. എന്താണ് നമ്മുടെ നാടിന് സംഭവിച്ചിരിക്കുന്നത്? നമ്മുടെ ഒരു സിനിമയൊക്കെ കാണുമ്പോൾ അങ്ങനെയൊക്കെ ചിന്തിക്കാറുണ്ടായിരുന്നു. സിനിമാ നടന്മാരുടെ മതം നമ്മൾ നോക്കാറുണ്ടോ? മമ്മൂട്ടിയെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. മമ്മൂട്ടിയുടെ മതം നമ്മുടെ വിഷയമാണോ? അമീർ ഖാനും ഷാരൂഖ് ഖാനും എല്ലാം നമ്മുടെ നാട്ടിലെ സൂപ്പർ സ്റ്റാറുകളാണ്. സൽമാൻ ഖാനൊക്കെ. നമ്മൾ അവരുടെ മതം നോക്കാറുണ്ടോ? മതം നോക്കിയിരുന്നു. കമൽ ഒരു ഹിന്ദു ആണെന്ന് ഞാൻ കരുതിയത് ആദ്യം. പക്ഷെ ഹിന്ദുവിനിട്ട് പണി കൊടുത്തപ്പോഴാണ് അയാളുടെ മതം നോക്കിയത്. കമാലുദ്ദീൻ ആയിരുന്നു. അപ്പൊ ഈ കമാലുദ്ദീൻ എന്തിനാണ് കമൽ എന്ന പേരിൽ അറിയപ്പെടുന്നത്? അപ്പൊ നമ്മൾ ഒരാളുടെ മതം നോക്കുന്നത് അയാൾ നമ്മുടെ ധർമ്മത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുമ്പോൾ, അയാളുടെ വാക്കുകളും പ്രവർത്തികളും ഹിന്ദു സംസ്കാരത്തിനെതിരെയാകുമ്പോൾ നമ്മൾ ഒന്ന് ചികയും, ആരാണിവൻ എന്ന്. അങ്ങനെ എമ്പുരാൻ എന്ന ഒരു 2.25 മണിക്കൂർ സമയമുള്ള സിനിമയുടെ ആദ്യ ഭാഗത്ത് തന്നെ സൂചിപ്പിക്കുന്നു. കണ്ടവർ പറയുകയാണ്, ചില ആളുകൾ പറയും നിങ്ങൾ കാണാതെ പറയാൻ പറ്റുമെന്ന്. എന്റെ സുഹൃത്ത് ഇന്നലെ രാത്രി നടന്നു പോകുമ്പോൾ ഒരു കുഴിയിൽ വീണു. അവൻ എന്നോട് പറഞ്ഞു ആ വഴിക്ക് പോകരുത്, കുഴിയിൽ വീഴാൻ സാധ്യതയുണ്ട്. അപ്പൊ ഞാൻ എന്താ പറയേണ്ടത്? കുഴിയിൽ വീണ് തന്നെ എനിക്ക് തീരണം. കുഴിയിൽ വീണിട്ട് മാത്രമേ കാര്യം പഠിക്കാൻ പറ്റൂ. അങ്ങനെയുണ്ടോ? നമുക്ക് പ്രിയപ്പെട്ട, നമുക്ക് വിശ്വാസമുള്ള ഒരാൾ ആ സിനിമ കണ്ടിട്ട് ഇത് നമ്മുടെ രാഷ്ട്രത്തിനും നമ്മുടെ ധർമ്മത്തിനും വിരുദ്ധമാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വീകരിക്കേണ്ടതല്ലേ? അപ്പൊ അവിടെയാണ് ഇത് കേവലം BJP RSS വിഷയമൊന്നുമില്ല. നമ്മുടെ നാട്ടിൽ അങ്ങനെയാണ്. ഹിന്ദുക്കൾ ഭഗവത്ഗീത പഠിക്കാൻ തുടങ്ങിയപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ഭഗവത്ഗീതയുടെ സംഗമം നടന്നുകൊണ്ടിരിക്കുക. 2000 ഒരു അനുഭവമാണ്. പരമേശ്വർജി ഗീതാ സംഗമം നടത്താൻ പറഞ്ഞു എല്ലായിടത്തും. ഗീത ഭഗവത്ഗീതയും RSS തമ്മിൽ എന്തൊരു ബന്ധമുണ്ടോ? RSS ഉണ്ടായിട്ട് 100 കൊല്ലമായിട്ടുള്ളൂ. ഭഗവത്ഗീത ഉണ്ടായിട്ടോ? 5162 വർഷങ്ങൾക്ക് മുമ്പ് കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ വെച്ച് ഭഗവാൻ ഉപദേശിച്ചതാണിത്. അപ്പൊ 5000 വർഷത്തിൽ അധികം പഴക്കമുള്ള ഭഗവത്ഗീത ഹിന്ദുക്കൾ പഠിക്കാൻ തുടങ്ങിയപ്പോൾ അതാ വരുന്നു DYFIയുടെ മുദ്രാവാക്യം. ഭഗവത്ഗീത സംഗമം നടക്കുന്ന ആ അരൂർ UP സ്കൂളിന്റെ അരികിലൂടെ മുദ്രാവാക്യം. എന്താ മുദ്രാവാക്യം? ആദ്യം വിശപ്പ് മാറ്റൂ, എന്നിട്ടാവാം ഭഗവത്ഗീത. മുസ്ലിങ്ങൾ ഖുർആൻ പഠിക്കുമ്പോൾ ഈ പ്രകടനമില്ല. ക്രിസ്ത്യാനികൾ ബൈബിൾ പഠിക്കുമ്പോൾ ഈ പ്രകടനമില്ല. ഹിന്ദു രാമായണം പഠിക്കാൻ തുടങ്ങിയാൽ, ഹിന്ദു ഭഗവത്ഗീത പഠിക്കാൻ തുടങ്ങിയാൽ കമ്മ്യൂണിസ്റ്റുകാരൻ, DYFIക്കാരൻ, യുക്തിവാദികൾ, നമ്മളെ എതിർക്കുന്ന എല്ലാവരും പറയും എന്തിനാ ഭഗവത്ഗീത പഠിക്കുന്നത്? ഇത് പഠിച്ചിട്ട് ഇപ്പൊ എന്താ കാര്യം? കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ വെച്ച് അർജുനൻ പറഞ്ഞു യുദ്ധത്തിനില്ല, ഞാൻ കൊല്ലില്ല എന്ന്. അപ്പൊ ശ്രീകൃഷ്ണൻ എന്ത് പറഞ്ഞു? കൊല്ലടാ കൊല്ലടാ എന്ന് പറഞ്ഞു. അപ്പൊ കൊല്ലില്ല കൊല്ലില്ല എന്ന് പറഞ്ഞവരെ കൊണ്ട് കൊല്ലടാ കൊല്ലടാ എന്ന് പറഞ്ഞതല്ലേ ഭഗവത്ഗീത? ഇത് പഠിക്കാൻ പാടുണ്ടോ? ഞങ്ങൾ കോളേജിൽ പഠിക്കുമ്പോൾ ഞങ്ങൾ ഇങ്ങനെയാണ് ഭഗവത്ഗീത പഠിപ്പിച്ചത്. രാമനും കൃഷ്ണനും ജീവിച്ചിരുന്നില്ല. SFI പഠിപ്പിച്ചു. നമ്മുടെ കുട്ടികളെ, വിദ്യാർത്ഥികളെ പഠിപ്പിച്ചു. രാമനും കൃഷ്ണനും ജീവിച്ചിരുന്നില്ല. യേശു മുഹമ്മദ് ഉണ്ടായിരുന്നോ? തൊട്ട് കളിക്കരുത് എന്ന് അന്നും ഇന്നും പറയും. അപ്പൊ അവിടെയാണ് സ്വാഭിമാന ബോധം നഷ്ടപ്പെട്ടു പോയ ഒരു ജനത. അപ്പൊ ആ ജനതയുടെ വിശ്വാസങ്ങളെയും അവന്റെ പ്രമാണങ്ങളെയും എപ്പോഴും അധിക്ഷേപിച്ചു കൊണ്ടിരിക്കുക. നമ്മള് ഏറ്റവും വലിയൊരു ചിത്രകാരനുണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ. അദ്ദേഹം ചിത്രം വരച്ചു മദർ തെരേസയുടെ. ആവശ്യത്തിലേറെ അദ്ദേഹം അതിന് വസ്ത്രം കൊടുത്തു. ഭാരതമാതാവിനെ വരച്ച് ഉടുതുണിയില്ല. സരസ്വതി ദേവി വരക്കുമ്പോൾ ഉടുതുണിയില്ല. ഇന്ദിരാഗാന്ധിയെ വരച്ചു, ആവശ്യത്തിലേറെ തുണി ഉണ്ടായിരുന്നു. അപ്പം ഭാരതമാതാവിനെ വരക്കുമ്പോൾ ഉടുതുണി വേണ്ട, സരസ്വതി ദേവിയെ വരക്കുമ്പോൾ ഉടുതുണി വേണ്ട. അതിന്റെ പേരാണ് ആവിഷ്കാര സ്വാതന്ത്ര്യം.
ഇവിടെ എമ്പുരാൻ എന്ന സിനിമയുടെ പ്രമേയം ഗുജറാത്ത് കലാപമാണ് എങ്കിൽ അതിനൊരു കാരണമില്ലേ? 59 രാമസേവകരെ പച്ചക്കൊരു ട്രെയിനിൽ ചുട്ടെടുത്ത ഒരു കഥയില്ല അതിൽ. 2002 ഫെബ്രുവരി 27 അയോധ്യയിൽ നിന്ന് ഗുജറാത്തിലേക്ക് വരികയായിരുന്ന സബർമതി എക്സ്പ്രസിന്റെ 6ഉം 7ഉം ബോഗികൾക്ക് തീ കൊടുത്തു. ഒരമ്മയും കുഞ്ഞും വെന്ത് മരിച്ചത് എങ്ങനെയാ? 16 മാസം പ്രായമുള്ള അമ്മയുടെ മടിയിൽ കിടന്നു. ട്രെയിനിൽ ഇരുന്ന ഇരിപ്പിലാണ്. ആ സീറ്റിൽ ഇരുന്നു കൊണ്ട് ആ അമ്മയും കുഞ്ഞും വെന്ത് കരിഞ്ഞു പോയി. 20 കുട്ടികളും 13 സ്ത്രീകളും അടക്കം 59 രാമസേവകരെ പച്ചക്ക് ജീവനോടെ മത്തി ചുട്ടെടുക്കുന്ന പോലെ ചുട്ടെടുത്തപ്പോൾ ഹിന്ദുക്കൾ പ്രതികരിച്ചു. അതൊരു കലാപമായി. ആയിരക്കണക്കിന് ആളുകൾക്ക് ഇരുഭാഗത്തും മരണമുണ്ടായി. ആരും അതിനെ അംഗീകരിക്കുന്നില്ല, ആരും അതിനെ പ്രോത്സാഹിപ്പിക്കുന്നുമില്ല. 23 വർഷമായിട്ട് ഗുജറാത്ത് ശാന്തമാണ്. ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഏകോദര സഹോദരങ്ങളായി ജീവിക്കുന്നു. വീണ്ടും വീണ്ടും മൃഗീയ ഭൂരിപക്ഷത്തിൽ BJP അവിടെ അധികാരത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞു പോയ ഒരു തെറ്റ്, കഴിഞ്ഞു പോയ ഒരു പ്രശ്നത്തെ മറക്കുവാനും പൊറുക്കുവാനും ഈ തലമുറ തയ്യാറായി മുന്നോട്ട് പോകുമ്പോൾ ഈ സിനിമ എന്തു ചെയ്യുന്നു? അത് ഓർമ്മപ്പെടുത്തുന്നു. ഉണങ്ങിയ മുറിവുകളെ കുത്തി നോവിക്കുന്നു. ഹിന്ദു മുസ്ലിം മനസ്സുകളെ വീണ്ടും വീണ്ടും അകറ്റുന്നു. മുസ്ലിം ചെറുപ്പക്കാർ അല്ലെങ്കിൽ തന്നെ ഓൾറെഡി ജിഹാദികളാകാൻ തയ്യാറായി നിൽക്കുന്ന പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള ആളുകൾ കൂടുതൽ ISIS പോയി ചേരുവാൻ ഇത്തരം കാര്യങ്ങൾ തീരുമാനമാകുന്നു. നിറഗർഭിണിയുടെ വയറ്റിലേക്ക് ശൂലം കുത്തിക്കയറ്റി കുഞ്ഞിനെ ശൂലത്തിൽ തറച്ചു എന്ന് തെറ്റായ പ്രചരണം നടത്തിയ ടീസ്റ്റ സെതൽവാദ് കോടതി ശിക്ഷിച്ചു. പക്ഷേ ഈ സിനിമ അത് പറയുന്നു. അങ്ങനെ നമ്മളെ വിഘടിപ്പിക്കുന്ന ഒരു സിനിമയായിട്ട് എമ്പുരാൻ മാറുമ്പോഴാണ് അത് നമ്മൾ പൈസ കൊടുത്ത് കാണരുത് എന്ന് പറഞ്ഞത്. അല്ലാതെ ഇതുകൊണ്ട് മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടല്ല. മറിച്ച് ഒരു സിനിമ നമ്മളെല്ലാം ഏകോപിപ്പിക്കുന്നതായിരിക്കണം. ഒരു പോസിറ്റീവ് തത്വത്തോടു കൂടി നമ്മൾ ആ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി പോരണം. ഇപ്പൊ നിർമാല്യം എന്ന സിനിമ ആരെടുത്തു? MT വാസുദേവൻ നായർ. ആ നിർമാല്യത്തിലെ കേന്ദ്ര കഥാപാത്രം ഒരു വെളിച്ചപ്പാടാണ്. വെളിച്ചപ്പാട് ജീവിതാന്ത്യം വരെ, ജീവിതകാലത്തിൽ നല്ലൊരു കാലയളവ് ദേവിയെ ഇങ്ങനെ പൂജിച്ചുകൊണ്ടേയിരുന്നു. പക്ഷെ വെളിച്ചപ്പാടിന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല. പ്രശ്നങ്ങളിയാക്കുക. ഒടുവിൽ ദേവിയുടെ മുഖത്തേക്ക് കാറി തുപ്പിക്കൊണ്ട് ശ്രീകോവിൽ നിന്ന് ഇറങ്ങിപ്പോരുന്നതോടുകൂടി കർട്ടൻ വീഴുന്നു, അല്ലെങ്കിൽ സിനിമ അവസാനിക്കുന്നു. ആലോചിച്ച് നോക്കൂ. MT വാസുദേവൻ നായർ ഹിന്ദു യുവതി യുവാക്കളെ പഠിപ്പിച്ചു, നിങ്ങളുടെ ദൈവങ്ങൾക്ക് ശക്തിയില്ല, നിങ്ങളുടെ ദൈവങ്ങൾ കല്ലുകളാണ്. ആ കല്ലായ ദൈവത്തിന്റെ മുഖത്തേക്ക് കാറി തുപ്പി വെളിച്ചപ്പാട്. വെളിച്ചപ്പാട് എന്ന് പറഞ്ഞ എന്താണ്? ദൈവത്തിന്റെ പ്രതിരൂപമാണ്. ദൈവത്തിന്റെ വാക്കുകൾ പറയുന്നു എന്താണ്? വെളിച്ചം നൽകി അതിനെ നമുക്ക് നൽകുന്ന ആളാണ് വെളിച്ചപ്പാട്. ആ വെളിച്ചപ്പാട് ദേവിയുടെ മുഖത്തേക്ക് കാറി തുപ്പുന്നു എന്ന് പറയുമ്പോൾ MT വാസുദേവൻ നായർ മരിക്കുന്നതിന് ഒരു 5-10 വർഷമായിട്ട് ഗുരുവായൂരിലും കാടാമ്പുഴയിലും ഒക്കെ തന്നെ ആയിരുന്നു. പക്ഷെ അദ്ദേഹം ഈ സിനിമ ഇറക്കിയപ്പോൾ ആയിരക്കണക്കിന് ഹിന്ദു യുവതി യുവാക്കൾ ക്ഷേത്രത്തെ ഉപേക്ഷിച്ചു. അദ്ദേഹത്തിന്റെ മറ്റൊരു സിനിമ ഉണ്ടായിരുന്നു, ഓർമ്മയില്ല നിങ്ങൾക്ക്? ഒരു വടക്കൻ വീരഗാഥ. ഞങ്ങളുടെ നാട്ടിലെ ഹീറോമാരായിരുന്നു ആരോമൽ ചേവകറും ഉണ്ണിയാർച്ചയൊക്കെ. ഹീറോയിനൊക്കെ ആയിരുന്നു. ഈ സിനിമ കണ്ട് പുറത്തിറങ്ങിയപ്പോൾ ചതിയൻ ചന്തു ഹീറോ ആയി. ആരോമൽ ചേകവറും ഉണ്ണിയാർച്ചയും വില്ലന്മാരും വില്ലത്തികളുമായി തീർന്നു. ഹിന്ദുവിന്റെ കാഴ്ചപ്പാടുകൾ, ഹിന്ദുവിന്റെ പുരാണങ്ങൾ, ഹിന്ദുവിന്റെ ഐതിഹ്യങ്ങൾ, അതിനെയെല്ലാം മാറ്റി മറച്ചുകൊണ്ട് സിനിമകൾ വരുമ്പോൾ അത് നമ്മൾ പണം കൊടുത്തു വാങ്ങി വായിക്കേണ്ടതുണ്ടോ എന്ന്. ഞാനൊരു പുസ്തകം വാങ്ങിയപ്പോൾ സങ്കടം തോന്നിപ്പോയത് മീശ എന്ന നോവൽ പൈസ കൊടുത്ത് മേടിച്ചപ്പോഴാണ്. ഒരു സംവാദത്തിന് വേണ്ടിയിട്ടാണ് ഈ മീശ എന്ന നോവൽ വാങ്ങിയത്. മീശ എന്ന നോവൽ ഒരു 2 കഥാപാത്രങ്ങൾ നടന്നു വരുമ്പോൾ ചോദിക്കുകയാണ്, ഈ ഹിന്ദു സ്ത്രീകൾ രാവിലെ എവിടുന്നാണ് കുളിച്ചൊരുങ്ങി വരുന്നത്? നല്ല വസ്ത്രമൊക്കെ ധരിച്ചുകൊണ്ട്, സെറ്റ് സാരിയൊക്കെ ധരിച്ചുകൊണ്ട് ഒരു പറ്റം ഹിന്ദു സ്ത്രീകൾ വരുന്നത് കണ്ടപ്പോൾ ഒരാൾ മറ്റൊരാളോട് ചോദിക്കുകയാണ്, ഈ ഹിന്ദു സ്ത്രീകൾ, ഈ സ്ത്രീകൾ എവിടുന്നാണ് രാവിലെ തന്നെ കുളിച്ചൊരുങ്ങി വരുന്നത്? അപ്പോൾ മറ്റയാൾ പറയാണ്, അവർ അമ്പലത്തിൽ പോയതാണ്. ഇവരെന്തിനാണ് അമ്പലത്തിൽ പോകുന്നത്? അമ്പലത്തിൽ പോകുന്നത് പ്രാർത്ഥിക്കാനാണ്? അല്ല, ഇവർ അമ്പലത്തിലെ പൂജാരിയുമായിട്ടല്ല, ശാന്തിക്കാരനുമായിട്ട് ശാരീരിക ബന്ധം പുലർത്താൻ പോവുകയാണ്. ആലോചിച്ച് നോക്കൂ. ഒരു നോവലിലെ വാക്കായത്. അതിനാണ് എഴുത്തച്ഛൻ പുരസ്കാരം കൊടുത്തത്.
ആ നോവൽ എഴുതിയ ആൾക്ക് 5 ലക്ഷവും പ്രശസ്തി പത്രവും കേരളത്തിൽ പിണറായി വിജയൻ സർക്കാർ കൊടുത്തു ഹരീഷിന്. ആരാ അധ്യാത്മ രാമായണം എഴുതിയ എഴുത്തച്ഛൻ? കാരണനായ ഗണനായകൻ ബ്രഹ്മാത്മകൻ കാരുണ്യമൂർത്തി ശിവശക്തി സംഭവൻ ദേവൻ വാരണമുഖൻ മമ പ്രാരബ്ധ വിഘ്നങ്ങളെ വാരണം ചെയ്തിടുവാൻ ആവോളം വന്ദിക്കുന്നേൻ. വാണിയിടുക നാരദമെന്നുടെ നാവുതന്മേൽ വാണിമാതാവേ വർണ്ണ വിഗ്രഹേ വേദാത്മികേ നാണമെന്നിയെ മുതാ നാവിന്മേൽ നടനം ചെയ്യേ കേണാങ്കാനനെ യഥാ കാനനേ ദിഗംബരൻ. നോക്കൂ, ആ വാക്കുകളുടെ സൗന്ദര്യം നോക്കൂ. തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ എന്ന് പറയുന്ന മലയാള ഭാഷയുടെ പിതാവ് ശ്രീരാമചന്ദ്ര മഹാദേവന്റെ ജീവിതത്തിലൂടെ 7 കാണ്ഡങ്ങളിൽ അധ്യാത്മ രാമായണം രചിച്ചപ്പോൾ അതിനുള്ള പദപ്രയോഗങ്ങൾ ഓരോന്നും ഉപമയും ഉൽപ്രേക്ഷയും വൃത്തവും സമാസവും എല്ലാം ചേർത്തിണക്കിയ അതിമനോഹരമായ എഴുത്തച്ഛൻ. ആ എഴുത്തച്ഛന്റെ കാവ്യ ഭംഗി, ആ എഴുത്തച്ഛന്റെ പേരിൽ 5 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും കൊടുത്ത ഈ മീശക്കാരൻ ഹരീഷിന്റെ നോവലിന്റെ നിലവാരം എന്ന് പറഞ്ഞാൽ ചവറ്റുകൊട്ടയ്ക്ക് പോലും അതിനെ ഏറ്റെടുക്കാൻ നാണമായിരിക്കും. ചവറ്റുകൊട്ടകൾക്ക് പോലും അതിനെ ഏറ്റെടുക്കാൻ നാണമായിരിക്കും. അതിനാണ് കൊടുക്കുന്നത് എഴുത്തച്ഛന്റെ പേരുള്ള പുരസ്കാരം. ഇതിനെ നാം ചോദ്യം ചെയ്യാൻ പാടില്ല. ഇതിനൊക്കെ ഹിന്ദുക്കൾ നിശബ്ദം സഹിക്കണം. ഇത് തെറ്റാണ് എന്ന് ചൂണ്ടിക്കാണിക്കാൻ പാടില്ല. അതിന്റെ ഭാഗം തന്നെയാണ് ഗുജറാത്തിൽ 59 രാമസേവരെ ചുട്ടുകൊന്നത് ഷോർട്ട് സർക്യൂട്ട് ആയിരുന്നു, ട്രെയിൻ സ്വയമേവ തീപിടിച്ചതാണ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ എത്ര ട്രെയിൻ ദുരന്തം ഉണ്ടായി? എത്ര പ്രാവശ്യം ട്രെയിനുകൾ കൂട്ടിയിടിച്ചു, പാളം തെറ്റി, നദി കടക്കുമ്പോൾ കടലുണ്ടിയിലും പെരുമണ്ണിലൊക്കെ തീവണ്ടി മറഞ്ഞിട്ട് എത്ര പേർ മരിച്ചുപോയി. പിറ്റേ ദിവസം ഹിന്ദു മുസ്ലിം കലാപുണ്ടായോ? കടലുണ്ടിയിൽ 10-60 പേര് മരിച്ചപ്പോ ഹിന്ദു മുസ്ലിം കലാപുണ്ടായോ? ഇപ്പൊ ഒറീസയിൽ 100-300 പേര് മരിച്ചില്ലേ ട്രെയിൻ ദുരന്തത്തിൽ? ഒറീസയിൽ ഹിന്ദു മുസ്ലിം കലാപുണ്ടായോ? ട്രെയിൻ ദുരന്തം ഉണ്ടായാൽ ഹിന്ദു മുസ്ലിം കലാപുണ്ടാവോ? ഇത് എവിടുത്തെ ലോജിക്കാണ്? പച്ചക്ക ജീവനോടെ 59 മനുഷ്യജീവികളെ ചുട്ടുകൊന്നപ്പോൾ ഉണ്ടായ പ്രതികരണത്തെ ഈ സിനിമ പറയുന്നു ഷോർട്ട് സർക്യൂട്ട് ആണെന്ന്. എങ്ങനെ അംഗീകരിക്കാൻ കഴിയും? ചരിത്രത്തെ നിങ്ങൾ സിനിമയാക്കാം, പക്ഷെ ആ ചരിത്രത്തിലെ സംഭവങ്ങളോട് നീതി പുലർത്തണമെന്ന് മാത്രം. ഏതൊരു ചരിത്രത്തെയും നമുക്ക് സിനിമയാക്കി മാറ്റാം, നാടകമാക്കി മാറ്റാം, പക്ഷെ ആ ചരിത്രത്തിലെ സംഭവങ്ങളോട് സത്യസന്ധമായ നീതി പുലർത്തുവാൻ എമ്പുരാന് കഴിഞ്ഞില്ല എന്നതുകൊണ്ടാണ് ആ സിനിമ നിങ്ങൾ കാണേണ്ടതില്ല എന്ന് ഹിന്ദുവിനെ സ്നേഹിക്കുന്ന ഹിന്ദുത്വ അഭിമാനികളായ ആളുകൾ സോഷ്യൽ മീഡിയയിലൂടെ പറയുന്നതും പ്രവർത്തിക്കുന്നതും എന്നറിയണം. പക്ഷേ ആ സിനിമ എങ്ങനെ വിജയിക്കും? വിജയിക്കുക ഇവിടെ സംഘികൾ കാണേണ്ട എന്ന് പറഞ്ഞാൽ ഇത് കാണാൻ മറ്റു വിഭാഗത്തിൽപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. ഞാൻ രസകരമായിട്ട് ഓർക്കുകയാണ്, ഞങ്ങളുടെ നാട്ടിൽ വളരെ വ്യാപകമായിട്ട് ഈ വേനൽക്കാലത്ത് വെള്ളം സപ്ലൈ ചെയ്യും. അങ്ങനെ ഒരു കുന്നിന്റെ മുകളിൽ 40 പേരോളുണ്ട് കോളനി, തൊട്ടടുത്ത പഞ്ചായത്ത്. അപ്പൊ അവിടെ വെള്ളമില്ല. അവിടെ ആണെങ്കിൽ ഈ സംഘപരിവാറിലെ ആളുകൾക്ക് വലിയ ശക്തിയില്ല. 1-2 വികടന്മാരുണ്ട്, നല്ല ഉഷാറ്. വികടന്മാർ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചത് തന്ത്രശാലികളായ ആളുകൾ. അവിടെ നിൽക്കണമെങ്കിൽ കുറച്ച് ബുദ്ധി വേണം. അപ്പൊ ആ കൂട്ടത്തിൽ ഒരാൾ ഈ മലമുകളിൽ ചെന്നിട്ട് എല്ലാ വീടുകളും സന്ദർശിച്ച് താഴേക്ക് വന്നു. താഴേക്ക് വന്ന സമയത്ത് അവിടെയുള്ള ഒരു പ്രാദേശിക പാർട്ടിയുടെ DYFIയുടെ നേതാവിനെ കണ്ടിട്ട് ചോദിച്ചു. അപ്പൊ അയാൾ ചോദിച്ചു, നീ എവിടുന്ന് വരുന്നു? അപ്പൊ പറഞ്ഞു, ഇയാളുടെ പേര് രാജൻ എന്നാണ്. രാജാ, നീ എവിടുന്ന് വരുന്നു? ഞങ്ങൾ സേവാഭാരതി ഇവർക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ചില ഏർപ്പാടുകൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ആ കുന്നിന്റെ മുകളിലേക്ക്, ആ ഒരു കോളനിയാണ്, പ്രത്യേക സമുദായത്തിൽപ്പെട്ട ആളുകൾ മാത്രം താമസിക്കുന്ന ഒരു കോളനി. എന്താണെന്നറിയില്ല, പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ DYFIയുടെ 5-6 വണ്ടികൾ ഈ കോളനിയിലേക്ക് ഇങ്ങനെ കയറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താ കാരണം? ഇവൻ വെള്ളം കൊടുക്കാതിരിക്കാൻ ഞങ്ങൾ വെള്ളം കൊടുക്കും. ഇതാണോ സേവനം? ഇതിന്റെ പേര് സേവനം എന്നല്ല, പ്രതിഷേധം എന്നാണ്. നിങ്ങൾ കണ്ടില്ലെങ്കിൽ, നിങ്ങൾ ഈ സിനിമ കണ്ടില്ലെങ്കിൽ ഞങ്ങൾ കാണും. ഞങ്ങളുടെ നാട്ടിൽ മുജാഹിദ് ബാലുശ്ശേരി എന്ന് പറഞ്ഞ വ്യക്തിയുണ്ട്, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആളാണ്. അദ്ദേഹം പറയാണ്, ഭാരതത്തിൽ ഏറ്റവും കൂടുതൽ ആളുകളെ വഴിതെറ്റിച്ച ഒരാളുടെ പേര് യേശുദാസ് എന്നാണ്. കാരണം സംഗീതം എല്ലാ മനുഷ്യരെയും വഴിതെറ്റിക്കും എന്ന അഭിപ്രായക്കാരനാണ് അദ്ദേഹം. സിനിമ ഹറാമാണ്. പക്ഷെ ഇപ്പൊ ഞങ്ങളുടെ നാട്ടിൽ മുജാഹിദുകാരും ജമാഅത്തുകാരൊക്കെ ഈ സിനിമയെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഇത് കാണണം, പൃഥ്വിരാജ് ഒരു സംഭവമാണ്, ആനയാണ്, ചേനയാണ് എന്നൊക്കെ പറഞ്ഞു. എന്തുകൊണ്ടാണ്? ഹിന്ദു വിരുദ്ധത. അപ്പോഴാണ് ഹിന്ദുക്കളായ നമ്മൾ ചില കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കേണ്ടത്, ചില കാര്യങ്ങളെ അറിഞ്ഞിരിക്കേണ്ടത്.